ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ LP-UP സീരീസിലെ അടുത്തൊരു വീഡിയോ ആണ്. നമ്മുടെ ടോപ്പിക് വന്നിട്ട് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ പഴശ്ശിരാജനെ പറ്റി പഠിച്ചു അല്ലേ? പഴശ്ശി വിപ്ലവമാണ് പഠിച്ചത്. അപ്പോൾ നമ്മുടെ കേരള ചരിത്രത്തിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മുടെ വേലുത്തമ്പിയും പാലിയത്തച്ഛനും. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, 1802 മുതൽ 1809 വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? 1793 to 97 ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. അതിനുശേഷം 1800 to 1803 അല്ലേ? ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടന്നത്. അതിനുശേഷം 1802 മുതൽ അതേപോലെ 1809 വരെ ആ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയാട്ടോ. അപ്പം ഈ പറഞ്ഞ ദളവയായിരുന്നു നമ്മുടെ വേലുത്തമ്പി. ഇനി അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇനി ഈ കാലഘട്ടത്തിൽ വേഗത്തിൽ അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ഉയർന്ന പദവിയായ ദളവ സ്ഥാനത്തേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം ഭയങ്കര പെട്ടെന്നാണ് ഈ ഒരു ദളവ സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നത്. അതിനുശേഷം അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആരാന്ന് ചോദിച്ചാലും നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. അവിട്ടം തിരുനാളിൻ്റെ ഏറ്റവും പ്രശസ്തനായ ദിവാൻ ആരാന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആരായിരിക്കും? നമ്മുടെ വേലുത്തമ്പി ദളവയായിരിക്കും. ഇനി വേലുത്തമ്പി ദിവാനായ വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1802. നമ്മുടെ ഈ ഒരു വേലുത്തമ്പി പാലിയത്തച്ഛൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ ഇയർ അല്ലേ, 1802 ഈ പറഞ്ഞ വേലുത്തമ്പി ദിവാനായ വർഷം. ഇനി അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഒന്ന് ഓർത്തിരിക്കുക. ജന്മദേശം എന്ന് പറയുന്നത് നമ്മുടെ കൽക്കുളം, കന്യാകുമാരി ജില്ലയിലുള്ള കൽക്കുളമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. നമ്മുടെ വേലുത്തമ്പി ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? കന്യാകുമാരി ജില്ലയിലുള്ള കൽക്കുളം, അവിടെയാണ് വേലുത്തമ്പി ദളവ ജനിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ തറവാട്ട് നാമം തലക്കുളത്ത് വീട് എന്നാണ്. വേലുത്തമ്പി ദളവയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീട്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ജന്മദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരി ജില്ലയിലുള്ള എവിടെയാ? കൽക്കുളം അല്ലേ? കൽക്കുളം. തറവാട്ട് പേര് തലക്കുളത്ത് വീട്. കൽക്കുളം, തലക്കുളം, കുളം ഉണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർക്കുക കേട്ടോ. ഇനി തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹള, അതായത് തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹള, ആ ലഹളയുടെ പേര് തിരുവിതാംകൂർ പട്ടാള ലഹളയാണേ. തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ആര്? നമ്മുടെ വേലുത്തമ്പി ദളവ. അപ്പോൾ ഈ വേലുത്തമ്പി ദളവയുടെ ഈ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. അത് നടക്കുന്ന എപ്പോഴാണ്? 1804. നമ്മുടെ വേലുത്തമ്പി പാലിയത്തച്ഛൻ കാലഘട്ടം എപ്പോഴാണ്? 1802 തൊട്ട് 1809 വരെ. അപ്പം അതിൽ 1804 ഈ തിരുവിതാംകൂർ പട്ടാള ലഹള നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് അലവൻസ് കുറയ്ക്കാൻ നമ്മുടെ വേലുത്തമ്പി ദളവ തീരുമാനിച്ചു. അപ്പം ആ ഒരു നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. ഓർത്തിരിക്കുക കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്തായിരുന്നു? വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഓർത്തിരിക്കുക. ഇനി വേലുത്തമ്പി ദളവ കൊല്ലത്തെ കുണ്ടറയിൽ വെച്ച് 1809 ജനുവരി 11 നടത്തിയ പ്രസ്താവനയാണ് കുണ്ടറ വിളംബരം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുണ്ടറ വിളംബരം നമ്മുടെ 1809 ഈ ഒരു കാലഘട്ടം, അവരുടെ ഒരു കാലഘട്ടം തീരുന്ന ഒരു സമയം. 1809 എവിടെയാ? കുണ്ടറയിൽ, കൊല്ലത്തെ കുണ്ടറയിൽ ജനുവരി 11. കൊല്ലത്തെ കുണ്ടറയൊക്കെ ഓർത്തിരിക്കുക. ഇപ്പം കുണ്ടറയിൽ ആരായിരുന്നു? നമ്മുടെ റോബിൻ ആയിരുന്നു അല്ലേ? അപ്പം അങ്ങനെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്തൊന്ന് ഓർക്കുക കേട്ടോ. ഇപ്പോൾ വേലുത്തമ്പി ദളവ കൊല്ലത്തെ കുണ്ടറയിൽ 1809 ജനുവരി 11 ഒരു പ്രസ്താവന നടത്തിയത്. അതാണ് നമ്മുടെ കുണ്ടറ പ്രൊക്ലമേഷൻ അഥവാ കുണ്ടറ വിളംബരം. ജനുവരി 11, 1809. ഇനി
കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ കൊച്ചു ക്ലാസ്സിലെ തൊട്ട് പഠിക്കുന്ന. ഇനി കുണ്ടറ വിളംബരം നടത്തിയ വർഷം അപ്പം നമ്മൾ പറഞ്ഞു 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത്. ഇനി ഈ പറഞ്ഞ കുണ്ടറ വിളംബരം അത് നടന്നു എന്ന് പറഞ്ഞല്ലോ, അതിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഏതാന്നേ? ഇപ്പം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ഈ ഒരു കുണ്ടറ പ്രൊക്ലമേഷൻ നടത്തിയത് 1809 ജനുവരി 11 നമ്മുടെ കൊല്ലത്തുള്ള ഇളമ്പല്ലൂർ കുണ്ടറയിലെ കുണ്ടറ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കൊല്ലം. അപ്പം കുണ്ടറയിലുള്ള ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു വിളംബരം നടക്കുന്നത്. ഇനി കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് പ്രസിഡന്റ്, ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കേണൽ മെക്കാളയാണ്. ഈ ഒരു കുണ്ടറ വിളംബരം നടക്കുന്ന സമയത്ത് അവിടെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരാണ്? നമ്മുടെ കേണൽ മെക്കാളയാണ് കുണ്ടറ വിളംബരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ബ്രിട്ടീഷ് പ്രസിഡന്റ്. ഇനി കുണ്ടറ വിളംബരത്തിൻ്റെ ഭാഗമായി നടന്ന യുദ്ധം കൊല്ലം യുദ്ധമാണ്. 1809 ജനുവരി 15. എപ്പോഴാണ് കുണ്ടറ പ്രൊക്ലമേഷൻ നടത്തിയത്? ജനുവരി 11. അത് കഴിഞ്ഞ് ജനുവരി 15 ഇതുമായി ബന്ധപ്പെട്ട് നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. ഓർത്തിരിക്കുക, കൊല്ലത്ത് കുണ്ടറയിലാണല്ലോ നടക്കുന്നത്, അപ്പോൾ കൊല്ലം യുദ്ധം. ഇനി പിന്നെ അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലാംഗ്വേജിൽ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. പക്ഷേ കലിയുണ്ടായിരുന്ന അദ്ദേഹം മരിച്ചു, ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് ചെയ്തു. എങ്കിലും ബ്രിട്ടീഷുകാർക്ക് നല്ല കലിയായിരുന്നു അദ്ദേഹത്തോട്. അപ്പോൾ അങ്ങനെ കലിയുള്ള ബ്രിട്ടീഷുകാരെന്താ പുള്ളിയുടെ ശവം എടുത്തിട്ട് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും കെട്ടി തൂക്കുക ഉണ്ടായി. അതായത് ആള് സൂയിസൈഡ് ചെയ്യുക ചെയ്തത്. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇദ്ദേഹത്തോടുണ്ടാകുന്ന എതിർപ്പ് മൂലം ആളുകളെ കാണിക്കാൻ വേണ്ടി ഇവർ കെട്ടിത്തൂക്കി ബ്രിട്ടീഷുകാർ. ഇനി വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രമാണ്. 1809 ആണ് ജനുവരി 15 യുദ്ധം നടക്കുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. 1809 തന്നെ മരിക്കുന്നു. മണ്ണടി ക്ഷേത്രത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇനി അദ്ദേഹത്തിൻ്റെ ശവം കെട്ടിത്തൂക്കിയത് കണ്ണമ്മൂല, തിരുവനന്തപുരം കണ്ണമ്മൂല ആ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ശവശരീരം ഈ ബ്രിട്ടീഷുകാർ വന്നിട്ട് കെട്ടിത്തൂക്കിയത്, കണ്ണമ്മൂലയിൽ. ഇനി വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണല്ലോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വേലുത്തമ്പിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. ഇനി വേലുത്തമ്പിയുടെ വാള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയമാണ്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള നേപ്പിയർ മ്യൂസിയത്തിലാണ് നമ്മുടെ വേലുത്തമ്പിയുടെ വാള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നേപ്പിയർ മ്യൂസിയത്തിലാണ്, ഓർത്തിരിക്കുക, നേപ്പിയർ മ്യൂസിയം. ഇനി വേലുത്തമ്പിക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പിയാണ്. വേലുത്തമ്പിക്ക് ശേഷം ദിവാനായത് ആരാന്ന് ചോദിച്ചാൽ ഉമ്മിണിത്തമ്പി. ഇനി ഈ ഉമ്മിണിത്തമ്പിയുമായി ബന്ധപ്പെട്ടതാണ് വിഴിഞ്ഞം. അദ്ദേഹം കൊണ്ടുവന്നാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഇല്ലേ, പിന്നെ ബാലരാമപുരം പട്ടണം, അതേപോലെ തിരുവിതാംകൂറിലെ പോലീസ് സേന, ഇവയ്ക്കെല്ലാം തുടക്കം കുറിച്ചത് ഈ പറഞ്ഞ ഉമ്മിണിത്തമ്പിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നമ്മുടെ വേലുത്തമ്പി ദളവയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിൽ തന്നെ ഏറ്റവും മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് കുണ്ടറ വിളംബരമാണ്. നടന്ന ആ ഒരു ടൈം ഒന്ന് ഓർത്തിരിക്കുക. 1809 ജനുവരി 11 അല്ലേ? ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത്. പിന്നെ അതിനുശേഷം ജനുവരി 5 കൊല്ലം യുദ്ധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ എവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്? നമ്മുടെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ട്. അതിനുശേഷം തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ അദ്ദേഹത്തിൻ്റെ ശവം നമ്മുടെ ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരകവും മണ്ണടിയാണ്. വാള് സൂക്ഷിച്ചിരിക്കുന്ന നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം. പിന്നെ വേലുത്തമ്പിക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണം, തിരുവിതാംകൂർ പോലീസ് സേനയൊക്കെ ഈ ഉമ്മിണിത്തമ്പി കൊണ്ടുവന്നാണ്, ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കിടക്കുന്ന ഒന്നാണ് പാലിയത്തച്ചന്മാരെ. അതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ആരാണ് ഈ പാലിയത്തച്ചന്മാരെന്നുള്ളതെന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് കാരണവന്മാരെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പാലിയത്തച്ചന്മാരെന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചി നാട്ടുരാജ്യത്ത് നമുക്കറിയാം, നമ്മുടെ പഴയ ആ ഒരു കേരളം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? തിരുവിതാംകൂർ, കൊച്ചി, കോഴിക്കോട്, കോലത്തിരി അങ്ങനെയായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതിൽ കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖരായിട്ടുള്ള നായർ തറവാട് കാരണവന്മാരെയാണ് ഈ പാലിയത്തച്ഛന്മാരെന്നറിയപ്പെടുന്നത്. അവരുടെ കാലഘട്ടമാണ് 1632 ടു 1809 കാലഘട്ടത്തിലാണ് ഇവരുള്ളത്. അപ്പോൾ എന്താണ് പാലിയത്തച്ഛന്മാരെന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. ഇനി വേലുത്തമ്പി ദളവയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി. പിന്നെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും വേലുത്തമ്പി ദളവയാണ്. നമ്മുടെ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. പിന്നെ വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ. വേമ്പനാട്ടുകായലിൽ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയത് ഈ വേലുത്തമ്പി ദളവയാണ്. അതേപോലെ ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ച ദിവാനും നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ച ദിവാൻ ആരാന്ന് ചോദിച്ചാലും വേലുത്തമ്പി ദളവയാണ്. പിന്നെ ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാലും നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ ഇത്രയാണ് വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് ഒന്നുകൂടി വീഡിയോ ഒരു 2 തവണ കേൾക്കുക. നോട്ട്സ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കുക. പിന്നെ സ്വയം അതിനുശേഷം ഒന്ന് ഓർത്തെടുക്കുക നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത്. പിന്നെ എക്സാംസ് നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്ത് ഒരു എക്സാം നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ പഠിക്കാൻ. അപ്പോൾ വൃത്തിക്ക് പഠിക്കുക. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ആരെങ്കിലും LP UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.